സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ മുത്തശ്ശിയോട് ചോദിക്കണേ, മുത്തശ്ശിക്ക് ഇത്രയും വയ്യാതിരുന്നിട്ടും എന്താ മരുന്ന് വാങ്ങിക്കഴിഞ്ഞത്? അതിനോട് ആർക്കാടാ നേരം? മുത്തശ്ശിക്കൊന്ന് തളർച്ച വന്നു കഴിഞ്ഞാൽ എൻ്റെ ഇടവും വലിയ ഇരുന്ന് നോക്കാൻ നിങ്ങളില്ലല്ലോ ഇപ്പോൾ. പിന്നെ ആരെ ഇവിടെ ഉള്ളത്? ഉർവശിയോ അതോ കൽപ്പനയോ? അവർക്കതിനൊക്കെയാണോ നേരം? അന്നേരം മുത്തശ്ശി നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. വെള്ളം കുടിക്കാനായിട്ട് കട്ടിലിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയ നേരം വെള്ളം കുപ്പി താഴെ വീണതും കട്ടിലിൽ നിന്ന് താൻ മറിഞ്ഞു വീണതും, അന്നേരം ഉർവശിയും കൽപ്പനയും ആ കാഴ്ച കണ്ടിട്ടും തന്നെ തിരിഞ്ഞു നോക്കാതെ പോയതും പിന്നീട് ഇങ്ങോട്ടേക്ക് മാറ്റിക്കെടുത്തിയതും ഒക്കെ വരുണിനോട് പറയുവാണ്. അതെല്ലാം കേട്ട് വരുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം കയറുവാം. എന്താണെങ്കിലും മുത്തശ്ശി ഇനി ഇവിടെ കിടന്ന് ഇതുപോലെ നരകിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ കൊണ്ടുപോകാം മുത്തശ്ശീനെ. മുത്തശ്ശി ഞങ്ങളുടെ കൂടെ വരണം. മക്കളെ, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ മുത്തശ്ശിക്ക് സന്തോഷം മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഈ കണിമംഗലം എൻ്റെ പരമേശ്വരൻ കഷ്ടപ്പെട്ട് പണിത് ഉയർത്തിയതല്ലേ. ഇവിടെ വിട്ടു പോകാൻ മനസ്സിൽ ചെറിയൊരു നീറ്റലുണ്ട്. എന്നാലും വയ്യ, ഇനി ഇവിടെ നിൽക്കാൻ മുത്തശ്ശിക്ക് വയ്യ മോനെ. രാധികെ, ഞാൻ മുത്തശ്ശി റെഡിയാക്കി നിർത്ത്. ഞാൻ ദേ ഇപ്പോൾ വരാം മുത്തശ്ശി, ഞാൻ പെട്ടെന്ന് തന്നെ വരാട്ടോ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ ഇനി നീ വെറുതെ പ്രശ്നത്തിനൊന്നും പോകണ്ട. എന്നാലും എൻ്റെ മുത്തശ്ശിയോട് ഈ ക്രൂരത കാണിച്ചവരോട് രണ്ട് വാക്ക് പറയാതെ ഇറങ്ങുന്നത് ശരിയല്ലല്ലോ മുത്തശ്ശി. മുത്തശ്ശി ധൈര്യമായിട്ടിരിക്കെ, ഞാനിപ്പോൾ തന്നെ വരാം. അങ്ങനെ പറഞ്ഞാൽ വരുൺ നേരെ അവരുടെ അരികിലേക്ക് ചെല്ലുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ മുത്തശ്ശീനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണേ. മുത്തശ്ശീനെ പേടിക്കണ്ട, ഇനി ഞങ്ങളുടെ ഒപ്പമല്ലേ മുത്തശ്ശി. ഞങ്ങൾ മുത്തശ്ശിയെ പൊന്നു പോലെ നോക്കിക്കോളാം. അതെനിക്കറിയാം മോളെ. ഈ സമയം അകത്തേക്ക് കയറാൻ തുടങ്ങിയ വരുണിനെ തടഞ്ഞു നിർത്തുവാണ്ട ഗൗതം. അല്ല, എങ്ങോട്ടാ ഇത്? നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവോ ഒരു വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നല്ലോ. കണിമംഗലം തിരിച്ചു പിടിച്ചതിന് ശേഷം മാത്രമേ ഇനി പഠിച്ചോട്ടുള്ളെന്ന്. പിന്നെന്താ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ? നീ കണിമംഗലം തിരിച്ചു പിടിച്ചോ? ഞങ്ങളറിഞ്ഞില്ലല്ലോ. എടാ, നീയൊക്കെ കൂടി എൻ്റെ പാവം മുത്തശ്ശിയോട് ചെയ്ത ദ്രോഹം ഞാൻ അറിഞ്ഞു. നിൻ്റെ അച്ഛനെയും അമ്മയും കാണാനും അവരോട് രണ്ട് പറയാനും തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അന്നേരം ചന്ദ്രശേഖരനും അങ്ങോട്ടേക്ക് എത്തുക. ഞാനിവിടെ തന്നെയുണ്ട്. എന്താണ് നിനക്ക് ചോദിക്കാനുള്ളത്? അന്നേരം വരുൺ ചോദിക്കണേ, നിങ്ങൾക്ക് നാണമില്ലേ? ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഇത്ര നാളും വളർത്തി വലുതാക്കിയ ആ അമ്മയല്ലേ പനിച്ച് വരച്ച് അവിടെ ഔട്ട് ഹൗസിൽ കിടക്കുന്നത്? നിങ്ങളുടെ ഭാര്യ എൻ്റെ മുത്തശ്ശിയുടെ ഈ അവസ്ഥയിലും മുത്തശ്ശിയോട് ഇങ്ങനൊരു ദ്രോഹം ചെയ്തപ്പോൾ അതൊക്കെ കണ്ട് ഭാര്യയ്ക്ക് കുടം പിടിച്ച് കൂടെ നിന്നല്ലേ നിങ്ങൾ ചെയ്തത്? അന്നേരം ഗൗതം പറയണേ, ഞങ്ങൾ ചിലപ്പോൾ കുടയില്ല ബെഞ്ചാമരം വരെ പിടിച്ചു നിന്നിരിക്കും. അതൊക്കെ ഈ വീട്ടിലെ കാര്യമാണ്. ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നീ ആരാടാ? നിനക്കതിന് എന്ത് അവകാശമാണ് ഇവിടെ ഉള്ളത്? ഇനി നീ കണിമംഗലത്തിൻ്റെ ഒരു പടി എങ്കിലും മുമ്പിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ നീ ജീവനോട് ഇവിടുന്ന് പോകില്ല. നിൻ്റെ മുമ്പോട്ട് വെച്ച കാല് തല്ലി ഒടുക്കും ഞാൻ. അന്നേരം അത് കേൾക്കുന്നതും ദേഷ്യം വന്ന വരുൺ ഗൗതത്തിൻ്റെ കരണത്തിട്ട് എന്നെ ഒന്ന് പൊട്ടിക്കണേ. അതുകൊണ്ട് ചന്ദ്രശേഖരനും ഒന്ന് ഷോക്കായി ഞെട്ടി നിൽക്കുക. എന്താടാ, ഇനി നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടോ ഇതുപോലെ? ഞാൻ ആകെ സമനില തെറ്റി നിൽക്കുവാണ്. എൻ്റെ മുത്തശ്ശിയോട് ഈ ദ്രോഹം ചെയ്ത നിൻ്റെ പുന്നാരമ്മയുണ്ടല്ലോ, അവരെനിക്കൊന്ന് കാണണം. മാറി നിൽക്കങ്ങോട്ടും. അങ്ങനെ പറഞ്ഞാൽ വരുണാകത്തേക്ക് കയറി പോകുക. ഈ സമയം കൽപ്പന അകത്തിരിപ്പുണ്ടാവും. അന്നേരം കൽപ്പനയോട് ചോദിക്കണേ, എവിടെ ഇവിടുത്തെ കണിമംഗലത്തെ ഉർവശി തമ്പുരാട്ടി എവിടെ? അവരെ വിളിക്ക്, എനിക്കവരോടൊന്ന് ചോദിക്കണം. ഈ സമയം ഉർവശിയും അങ്ങോട്ടേക്ക് വരുക. അന്നേരം ഉർവശി വരുണിനെ കാണുന്നതും ചോദിക്കണേ, ചന്ദ്രേട്ട, ഗൗതം, എന്താ ഇത്? കണ്ണി കണ്ട തെരുവ് തണ്ടികളൊക്കെ എന്തിനാ അകത്തേക്ക് കയറി വരുന്നത്? അന്നേരം വരുൺ പറയണേ, തെരുവ് തണ്ടി ഈ വാക്ക് കുറച്ച് മുമ്പ് നിങ്ങളുടെ മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ. അന്നേരം അവന് കൊടുത്ത മറുപടി എന്താണെന്ന് അവൻ്റെ കാരണത്തിട്ടുണ്ട്. അവനോട് ചോദിച്ചു നോക്ക്, ഞാൻ കൊടുത്ത അടിയുടെ ചൂട് മാറിയോന്നും. നിങ്ങൾ എൻ്റെ മുത്തശ്ശിയോട് കാണിച്ച ക്രൂരത നേരി കണ്ടിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ മുത്തശ്ശീനെ ഔട്ട് ഹൗസിലേക്ക് മാറ്റിയല്ലേ. എൻ്റെ മുത്തശ്ശിക്ക് വയ്യാതിരുന്നപ്പോൾ നിങ്ങൾ മുത്തശ്ശീനെ തിരിഞ്ഞു പോലും നോക്കിയില്ല. മാത്രമല്ല, ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ ചെയ്തു. മുത്തശ്ശി കുറഞ്ഞെടുത്ത് ഭക്ഷണം പോലും കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അല്ലേ? എടാ, എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നീ ആരാ? അതിന് നിനക്കെന്ത് അവകാശമുള്ളത്? നിന്നെ നിൻ്റെ ഭാര്യനെയും എന്നേക്കുമായിട്ട് ഈ വീട്ടിൽ നിന്ന് അടച്ചിറക്കി വിട്ടതല്ലേ? ഞങ്ങളെ നിങ്ങൾ ചതിയിലൂടെ ഇവിടെ നിന്ന് പുറത്താക്കി. നിങ്ങൾ എന്താ വിചാരിച്ചത്? ചതിയിലൂടെ എല്ലാം നേടിയെടുത്ത നിങ്ങൾക്ക് എല്ലാ കാലം ഇതുപോലെ നിളഞ്ഞിരിക്കാൻ പറ്റുമെന്നോ? എന്നാലേ അതിനൊരിക്കലും പറ്റില്ല. ഇനിയും ഈ വീട്ടിലിട്ട് എൻ്റെ മുത്തശ്ശിയെ നരകിപ്പിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഞാനിപ്പോൾ കണിമംഗലത്തിന് പുറത്താണ്. പക്ഷേ അന്നേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു, കണിമംഗലം ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുമെന്ന്. അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അധികം വൈകാതെ തന്നെ കണിമംഗലം ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും. ചതിയിലൂടെ നിങ്ങൾ പിടിച്ചതൊന്നും എല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ട. കണിമംഗലം തിരിച്ചു പിടിച്ച് ഞാനിങ്ങോട്ട് വരുന്നത് വരെ എൻ്റെ അച്ഛനും അമ്മക്കും മുത്തശ്ശിക്കും എതിരെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ അതൊന്നും ഞാൻ വെറുതെ വെച്ച് പൊറപ്പിക്കില്ല. തൽക്കാലം എൻ്റെ മുത്തശ്ശിയെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുക. ഈ സമയം ഉർവശി പറയണേ, ഓ, നീയൊക്കെ ഇപ്പോൾ വലിയ പണക്കാരാണല്ലോ. നീ നിൻ്റെ ഭാര്യയും കൂടി പൊതിച്ചോട് വിറ്റ് ഓരോ വീട്ടിലും കയറി ഇറങ്ങി വിൽക്കുമല്ലേ? നിൻ്റെ പുതിയ ബിസിനസ്സൊക്കെ കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നു.
അപ്പം പിന്നെ നിനക്ക് ഇവിടുത്തെ ജയഭാരതി തമ്പുരാട്ടീനെ അവിടെ കൊണ്ടുപോയി റാണിയായി വാഴിക്കാനൊക്കെ പറ്റുമല്ലോ. അന്നേരം വരുൺ പറയണേ, നിങ്ങൾ എന്നെ അപമാനിച്ചതാണെന്ന് മനസ്സിലായി. എനിക്ക് ഞാൻ ചെയ്യുന്ന തൊഴിലിൽ ഒരു മാനക്കേടുമില്ല. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ നിങ്ങളെപ്പോലെ അന്യരെ ചതിച്ച് അവരുടെ സ്വത്തും കിടക്കയും കസേരയൊക്കെ ചുളുവിലങ്ങ് അടിച്ചു മാറ്റുന്ന പോലെ നാണംകെട്ട പ്രവൃത്തിയൊന്നും ഞാൻ ചെയ്ത് ജീവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഞാൻ നിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞ് വരൺ അവിടെ നിന്നും പുറത്തേക്ക് പോകുവാണ്. ഈ സമയം ഉർവശി ചന്ദ്രശേഖരനോടും ഗൗതത്തിനോടും ദേഷ്യപ്പെടണേ. നാണമില്ലല്ലോ, അവൻ വീട്ടിൽ കയറി വന്ന് ഇതുപോലെ വെല്ലുവിളി നടത്തിയിട്ടും ഇവൻ്റെ ദേഹത്ത് കൈവച്ചിട്ടും നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുവാണല്ലോ. അവന് ജീവനോട് ഇവിടുന്ന് പുറത്തേക്ക് വിടാനേ പാടില്ല. കഷ്ടം തന്നെ, രണ്ടുപേരും ആണുങ്ങളാന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നോളും എന്നൊക്കെ പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുവാണ്. ഈ സമയം വഴൻ വീണ്ടും ഔട്ട് ഹൗസിലേക്ക് തിരിച്ചു വന്ന് മുത്തശ്ശീനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുക. വാ മുത്തശ്ശി, നമുക്ക് പോകാം. അങ്ങനെ മുത്തശ്ശിയും കൂട്ടി അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ചന്ദ്രശേഖരനും ഗൗതമും അതുപോലെ ഉർവശിയും കൽപ്പനയൊക്കെ അങ്ങോട്ട് വരുന്നത്. ചന്ദ്രശേഖരൻ പറയണേ, അതെ, അമ്മ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഈ സമയം വരുൺ ചോദിക്കണേ, അല്ല ഈ അമ്മ ഇത്രയും ദിവസം പനി പിടിച്ച് അവശയായിട്ടിവിടെ കിടന്നപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? ഭാര്യ ഈ അമ്മയെ ദ്രോഹിച്ചപ്പോൾ അതിനെ കണ്ണടച്ച് കൂട്ടി നിന്നല്ലേ ചെയ്തുള്ളൂ. എന്നിട്ടിപ്പോൾ തടയാൻ വന്നിരിക്കുന്നു. അതിന് നിങ്ങൾക്ക് ഒരു അവകാശവും. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, ചന്ദ്രശേഖര, ഞാൻ എവിടെ നിൽക്കണം, എവിടെ ജീവിക്കണം എന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. ഇത്രയും നാളും നിനക്ക് എന്നോടില്ലാത്ത സ്നേഹവും പരിഗണനയൊന്നും ഇനി നീ എന്നോട് കാണിക്കണ്ട. ഞാൻ എൻ്റെ കുട്ടികൾക്കൊപ്പം പോകുവാണ്. നീ ഒന്നോർത്തോ ചന്ദ്രശേഖര, നിൻ്റെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, അതൊന്നും അധികം നാളെ നിലനിൽക്കാൻ പോകുന്നില്ല. ഉർവശി, നീ കാണിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല. കൂടുതലായിട്ട് നിന്നോട് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. അന്നേരം വരുൺ പറയണേ, ഞാൻ എൻ്റെ മുത്തശ്ശീനെ എൻ്റെ കൂടെ കൊണ്ടുപോകും. അതിനെ എതിർക്കാനായിട്ട് ആരെങ്കിലും മുമ്പോട്ട് ധൈര്യത്തോടെ വന്നാൽ ഞാൻ നോക്കാം. എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ ആരെങ്കിലും എതിർക്കാനായിട്ട് മുമ്പോട്ട് വരുന്നുണ്ടോ? ഈ സമയം ഗൗതമാണെങ്കിൽ നേരത്തെ കിട്ടിയുടെ അടിയുടെ വേദന മാറാത്തതുകൊണ്ട് തന്നെ മിണ്ടാതെ അവിടെ നിൽക്കുവാണ് കേട്ടോ. ഈ സമയം രാധിക പറയുന്നുണ്ട്, കണ്ടില്ലേ വരുൺ, ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ. ചതിയിലൂടെ എന്തൊക്കെ നേടിയെടുക്കാൻ നോക്കിയാലും ഇതുപോലെ അവസാനം തലയും താഴ്ത്തി നിൽക്കേണ്ടി വരും. ഞങ്ങളെ ചതിച്ച് നേടിയെടുത്തതൊന്നും കൊണ്ട് അധികം നാളെ നിങ്ങൾ സുഖിക്കാനൊന്നും പോകുന്നില്ല. ഈ മുത്തശ്ശിയോട് നിങ്ങൾ ചെയ്ത ദ്രോഹം ഉണ്ടല്ലോ, അതിനുള്ള ശിക്ഷ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് തരും. നോക്കിക്കോ, നിങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ കുടുംബം വിട്ട്. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശിനെയും കുട്ടി വരുണിൻ്റെ അധികം ഓട്ടോയിൽ കയറി അവിടെ നിന്നും പോകുവാണ്. അന്നേരം ഉർവശി പറയണേ, അവൾ കൊണ്ടുപോയി നോക്കട്ടെ. സ്വന്തം അമ്മയെ പോലും നോക്കാൻ ഭാഗ്യമില്ലാതെ പോയവളല്ലേ. അങ്ങനെയുള്ളവളാണ് ഇവിടുന്ന് അമ്മയും കൊണ്ട് പോയിരിക്കുന്നത്. അവൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ. അവളുടെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, അതൊന്നും അധികം നാളെ നിൽക്കാൻ പോകുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ശ്യാമേനെയും അമൃതേനെയുമാണ് കേട്ടോ. അവരെങ്ങനെ ഏതോ ഒരു റൂമിലൊക്കെ ലോക്ക് ചെയ്ത് തീരെ ആവശ്യമായിട്ടിരിക്കുവാണ്. ഈ സമയത്തെല്ലാം ശ്യാമയുടെ മനസ്സിൽ രാധികയെ കുറിച്ചുള്ള ചിന്തകളാണ്. ഏട്ടത്തി, രാധികയും വരേണ്ട അവസ്ഥ ഇപ്പം എങ്ങനെയായിരിക്കും? എന്തായിരിക്കും അവരനുഭവിക്കുന്നത്? വല്ലാത്ത വിഷമം ആയിരിക്കുമല്ലേ. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഏട്ടത്തി എൻ്റെ വിഷമം. എൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം എൻ്റെ മോളുടെ പേരിലാക്കണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അത് പൂർത്തിയാകുന്നത് വരെ ജീവനോട് ഇരുന്നാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ. മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് എൻ്റെ മോളുടെ അരികിലേക്ക് എത്തിയപ്പോഴല്ലേ വീണ്ടും ഇവരുടെ കയ്യിലായതും എൻ്റെ മോളെൻ്റെ മുമ്പിൽ നിന്ന് മറഞ്ഞു പോയതും. ഇനി എപ്പോഴാണ് എനിക്ക് എൻ്റെ മോളെ കാണാൻ പറ്റുന്നത്? ശ്യാമ ധൈര്യമായിട്ടിരിക്കെ, ഭഗവാൻ നമ്മളെ കൈവിടില്ല. അതിനുള്ള അവസരം വരും. നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അന്ന് നമ്മളെ അവർ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിവിടെ തടവിലാക്കിയിരിക്കുന്നത് കൂടുതൽ ഹൈ സെക്യൂരിറ്റിയിലൂടെ തന്നെയാണല്ലോ. ഇതേതാ സ്ഥലം എന്ന് പോലും അറിയില്ല. നാട്ടിൽ തന്നെയാണോ അതോ അതിനും ദൂരെയാണോ എന്നും അറിയില്ല. പക്ഷേ എന്തോ ഒരു പ്രതീക്ഷയുണ്ട്. എന്താണെങ്കിലും ശ്യാമക്ക് തൻ്റെ മോളെ കാണാൻ പറ്റും. ആ പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ശ്യാമയും പ്രതീക്ഷ കൈവിടരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് ശ്യാമക്ക് ധൈര്യം കൊടുക്കുവാണ് കേട്ടോ. ഈ സമയം ശ്യാമ പറയുന്നുണ്ട്, ഏട്ടത്തി, എനിക്ക് ചെയ്തു തീർക്കാനുള്ള കുറച്ച് ജോലികൾ കൂടി ബാക്കിയുണ്ട്. അത് ചെയ്യുന്നത് വരെ എനിക്ക് ഭഗവാൻ ആയുസ് നീട്ടി തന്നാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മരിച്ചു പോകല്ലേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. എനിക്കെൻ്റെ മോളെ കാണണം. അവൾക്ക് എൻ്റെ സ്വത്തുക്കളെല്ലാം കൈമാറണം. അവളുടെ ജീവിതം എനിക്ക് സുരക്ഷിതമാക്കണം ഏട്ടത്തി. ഈ സമയം അവിടെ ഒരു ഗുണ്ട ജനലിൻ്റെ അവിടെ നിന്ന് തുറന്ന് ശ്യാമേനെയും അമൃതേനെയും നോക്കി പേടിപ്പിക്കുവാണ്. ഈ സമയം അവരാണെങ്കിൽ ഭയന്ന് നിൽക്കുവാണല്ലോ. അന്നേരം അയാൾ പോയതിനു ശേഷം അമൃത പറയണേ, ശ്യാമേ, അധികം സംസാരിക്കൊന്നും വേണ്ട. ഇവിടുത്തെ മതിലുകൾക്ക് പോലും കാതുകളുണ്ട്, സൂക്ഷിക്കണം. പിന്നീട് മുത്തശ്ശിയും കൂട്ടി രാധികയും വരണം ഹോസ്പിറ്റലിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഡോക്ടറെ കണ്ടിറങ്ങിയതിന് ശേഷം രാധിക പറയണേ, അതേ മുത്തശ്ശി, ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? മരുന്നൊക്കെ കൃത്യസമയത്ത് തന്നെ കഴിക്കണം. ഭക്ഷണം കഴിക്കാതെ വാശി പിടിച്ചൊന്നും ഇരിക്കാൻ പാടില്ല. മോളെ,
നിന്നോടാണ് ഞാൻ വാശി കാണിക്കുന്നത്. നീ എൻ്റെ അരികിലുണ്ടെങ്കിൽ ഞാൻ ഒരു വാശിയും കാണിക്കില്ല. നിങ്ങൾ രണ്ടുപേരും ഇല്ലാതെ അവിടെ ഇരുന്നപ്പോൾ തന്നെ മുത്തശ്ശിയുടെ കൈയും കാലും ഒക്കെ തളർന്നതുപോലെയായിരുന്നു. ഇപ്പം ഞാൻ നിങ്ങളുടെ ഒപ്പമല്ലേ. നിങ്ങളുടെ ഒപ്പം വന്നപ്പോൾ തന്നെ എൻ്റെ പകുതി അസുഖം മാറി. ഈ സമയം മരുന്നൊക്കെ വാങ്ങിയിട്ട് എത്തുക. അതെ, ഈ മുത്തശ്ശി ഈ മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ മുത്തശ്ശി പഴയതുപോലെ ഉഷാറാകും. പിന്നെ കുറച്ച് മരുന്ന് പുറത്തൊന്നും കൂടി വാങ്ങാനുണ്ട്, അത് നമുക്ക് പോണ വഴിക്ക് വാങ്ങാം. ഈ സമയം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, ഞാനും കൂടി ആറ്റുവാശ്ശേരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് തിരുമേനിക്കും യശോദക്കൊക്കെ ബുദ്ധിമുട്ടാകുമോ? അവർക്ക് എന്ത് ബുദ്ധിമുട്ട്? മുത്തശ്ശിക്ക് എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ അവർക്ക് നല്ലപോലെ അറിയാം. മുത്തശ്ശിയെ ഒരു ദിവസം അവിടെ കൊണ്ടുപോകണമെന്നും കുറച്ച് ദിവസം അവിടെ നിർത്തി താമസിപ്പിക്കണമെന്നൊക്കെ അച്ഛനും അമ്മയും എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് മുത്തശ്ശിയെ കാണുമ്പോൾ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മുത്തശ്ശിയും കുട്ടി അവരവിടെ നിന്ന് നേരെ ആറ്റുവാശ്ശേരിയിലെത്തുവാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശി അവിടെ എത്തുന്നത് കാണുന്നതും ദേവനും യശോദയും അരികിലേക്ക് ഓടി ചെല്ലുക. തീരെ നടക്കാൻ വയ്യാത്ത മുത്തശ്ശീനെ അവർ താങ്ങിപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി സോഫയിലേക്ക് ഇരുത്തുന്നുണ്ട്. എന്താണെങ്കിലും അമ്മ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് നന്നായി മോളെ. എങ്ങനെയുണ്ട് ഇപ്പോൾ? അസുഖമൊക്കെ കുറവുണ്ടോ? കുറവുണ്ട്, ഡോക്ടറൊക്കെ കണ്ടിട്ടാണ് വന്നത്. ഈ സമയം രാധിക പറയണേ, ഭക്ഷണമൊക്കെ മര്യാദയൊക്കെ കഴിക്കാത്തതിൻ്റെ ക്ഷീണവും തളർച്ചയൊക്കെ മുത്തശ്ശിക്കിപ്പോൾ ഉള്ളൂ. അതൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കോളും. അന്നേരം ദേവൻ പറയണേ, ജയഭാരതി അമ്മ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ മോൾക്ക് ജയഭാരതി അമ്മ കൊടുത്ത സ്നേഹവും കരുതലും എത്രയാണെന്ന് ഞങ്ങൾക്കറിയാം. അതിനെല്ലാം തിരിച്ചൊരു നന്ദി പ്രകടിപ്പിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയ അവസരമാണ്. ഇവിടെ വന്ന് താമസിക്കുന്നതിൻ്റെ പേരിൽ ഒരു മനപ്രയാസവും വേണ്ട. സ്വന്തം വീട് പോലെ തന്നെ കരുതിയാൽ മതി. കൃത്യമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം. ഭക്ഷണത്തിനോട് വാശിയൊന്നും കാണിക്കരുത് കേട്ടോ. ഏയ്, അങ്ങനെയൊന്നുമില്ല തിരുമേനി. എൻ്റെ രാധികമോൾ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമല്ലേ, അവൾ പറയുന്നത് എത്രയാണോ അത്രയും കഴിക്കാം. ആ മോനെ വരണേ, എന്താണെങ്കിലും ഞാൻ നിങ്ങളോടൊപ്പം ഇങ്ങോട്ട് വന്ന കാര്യം പരമേശ്വരനൊന്ന് വിളിച്ച് പറഞ്ഞേക്ക്. അതിനെന്താ, ഞാൻ പറഞ്ഞോളാം മുത്തശ്ശി. ഇതേ സമയം അമ്പലത്തിലിരിക്കുന്ന പരമേശ്വരനെയും പത്മിനിനെയും ഉണ്ടോ കാണിക്കുന്നത്. അങ്ങനെ അമ്പലത്തിലേക്കുള്ള യാത്രയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്കി തളർന്നിരിക്കുവാണ്ടോ പരമേശ്വരൻ. എന്തു പറ്റിയേട്ടാ, ക്ഷീണവും തളർച്ചയോ തോന്നുന്നുണ്ടോ? ഏയ് ഒന്നുമില്ല, ഇവിടെ അടുത്തുള്ള അമ്പലക്കുളത്തെക്കുറിച്ച് കേട്ടതാ. അപ്പോൾ ആൾക്കാരുടെ ഒപ്പം അങ്ങോട്ടേക്കൊന്ന് നടന്നു. കുറച്ച് കഠിനമായിരുന്നു യാത്ര, എന്നാലും ഇപ്പോൾ കുഴപ്പമില്ല. നമ്മുടെ പണ്ടത്തെ ആഢ്യത്വവും പത്രാസമൊന്നും ഇല്ലാതെ ഈ ആളുകൾക്കിടയിലൂടെയുള്ള യാത്ര, സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോഴായിരിക്കും കേട്ടോ അവിടെ ഒരു ആളും അയാളുടെ ഭാര്യയും കൂടി അവിടെയുള്ള അഗതികൾക്ക് എല്ലാവർക്കും ഡ്രസ്സും മറ്റു സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ പരമേശ്വരൻ്റെ പത്മിനിയുടെ അരികിൽ വന്ന് അവർക്കും ഒരു ജോഡി ഡ്രസ്സൊക്കെ കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ പരമേശ്വരനും പത്മിനിയും അവരുടെ കയ്യിൽ നിന്ന് ഡ്രസ്സൊക്കെ സന്തോഷത്തോടെ വാങ്ങുന്നുണ്ട്. അങ്ങനെ അവരിയ്ക്കുന്ന സമയത്തായിരിക്കും പരമേശ്വരൻ്റെ ഫോണിലേക്ക് വരുൺ വിളിക്കുന്നത്. വരുണാണെന്നും പറഞ്ഞാൽ സന്തോഷത്തോടെ പരമേശ്വരൻ കോൾ അറ്റൻഡ് ചെയ്യുക. ആ മോനെ പറ. ആ അച്ഛാ, ഞങ്ങളെ മുത്തശ്ശിനെ ആറ്റുവാശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. എന്തു പറ്റി? എന്താ പെട്ടെന്ന്? അതൊന്നുമില്ല അച്ഛാ, ഞങ്ങൾക്ക് പെട്ടെന്ന് മുത്തശ്ശിയെ കാണണമെന്ന് തോന്നി. എന്നാൽ പിന്നെ കുറച്ച് ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്താമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഒപ്പം നിൽക്കാൻ മുത്തശ്ശിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? അത് നേരാ, അമ്മക്ക് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നത് തന്നെയാണ് സന്തോഷം. അമ്മ ഹാപ്പിയാണല്ലോ, അത് കേട്ടാൽ മതി. ഞങ്ങൾക്കും അതാ അറിയുന്നതാ സമാധാനം. എന്നാൽ പിന്നെ ശരി അച്ഛാ, ഞാൻ ഈ കാര്യമൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ്. എന്നാൽ ശരി, യാത്രയൊക്കെ കഴിയുമ്പോഴേക്കും എന്നെ വിളിക്കണം. അങ്ങനെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുവാണ്. ഈ സമയം പരമേശ്വരൻ ഈ കാര്യം പത്മിനിയോടും പറയണേ. അത് കേൾക്കുമ്പോൾ പത്മിനിക്ക് സന്തോഷമാണേ. അതെന്താണെങ്കിലും നന്നായി. അല്ലെങ്കിൽ തന്നെ അമ്മ കടമകളത്ത് നിൽക്കുന്ന കാര്യം ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാതൊരു ടെൻഷനാണ്. ഇപ്പോൾ മക്കളുടെ ഒപ്പമാണല്ലോ, അത് കാരണം അമ്മയുടെ കാര്യത്തിൽ ഇനി പേടി വേണ്ട എന്നും പറഞ്ഞ് അവർ സന്തോഷത്തോടെ ഇരിക്കുവാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് കണിമംഗലത്ത് ചന്ദ്രശേഖരനെ കാണാനെത്തുന്ന സാറേനെയാണ്. അങ്ങനെ സാറേയും കുട്ടി ചന്ദ്രശേഖരൻ്റെ റൂമിലേക്ക് പോയി വാതിലടച്ചിരിക്കുവാണ് കേട്ടോ. ഇത് കാണുന്നതും കൽപ്പന ഉടനെ തന്നെ ഈ വിവരം ഉർവശീനെ അറിയിക്കണേ. അതെ, ചെറിയ ഇവിടെ നടക്കുന്ന കാര്യമൊക്കെ അറിയുന്നുണ്ടോ? ആ സാറാമ്മയുടെ ഉണ്ടല്ലോ, അവരിവിടെ വന്നിരുന്നു. ആണോ? എന്നിട്ടെവിടെ? ആ ചെറിയച്ഛൻ്റെ കൂടെ റൂമിലേക്ക് കയറി പോകുന്ന കണ്ടു. രണ്ടുപേരും റൂമിൽ കയറി വാതിലടച്ചിരിപ്പുണ്ട്. അത് കേൾക്കുന്നതും ഉർവശി ഞെട്ടിത്തിരിച്ച് അവിടെ നിന്നും റൂമിലേക്ക് ഓടുവാണ്. അങ്ങനെ ദേഷ്യത്തിൽ വാതിൽ തുറന്ന് അകത്തേക്ക് ഇടിച്ചു കയറുക. ചന്ദ്രേട്ട എന്നും പറഞ്ഞ് വിളിച്ച് അകത്തേക്ക് കയറി ചെല്ലുക. ഈ സമയം ചന്ദ്രശേഖരൻ ചോദിക്കണേ, ഉർവശി എന്താ ഇത്? അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. എന്താ ഇത് ചന്ദ്രേട്ട? ഈ സമയം ചന്ദ്രൻ പറയണേ, അത് പിന്നെ ഞാനും സാറാമ്മയുടെയും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഡിസ്കഷനായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിലേക്ക് ഒരു മാനേഴ്സും ഇല്ലാതെ നീ എന്തായി കാണിച്ചത്? ഇടിച്ചു കയറി വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഉർവശീനെ സാറയുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുവാണ്. അതെല്ലാം കേട്ട് നാണം കേട്ട് സാറയോടുള്ള ദേഷ്യത്തിൽ നിൽക്കുവാണ് ഉർവശി. പിന്നീട് കാണിക്കുന്നത്
ബെഞ്ചമിൻ്റെ ആ ഗുണ്ടകളുണ്ടല്ലോ, അവർ ശ്യാമേനെ അമൃതനെ പൂട്ടിയിട്ടിരിക്കുന്ന റൂമിലേക്ക് കയറി ചെല്ലുവാണ്. എന്നിട്ട് ശ്യാമയ്ക്ക് നേരെ കത്തിയെടുത്ത് ശ്യാമയെ കൊല്ലാനായിട്ട് ഓങ്ങി നിൽക്കുവാണ്. അതെ, ഈ പാട്ടൊക്കെ പാടുന്ന നിങ്ങളുടെ ഈ ചങ്കുണ്ടല്ലോ, അതെ, ഒറ്റ വരയലിന് അങ്ങ് അരിഞ്ഞു വീഴ്ത്തു ഞാൻ. എന്താ അത് വേണോ എന്നും പറഞ്ഞ് ശ്യാമയുടെ കഴുത്തിന് നേരെ കത്തിയും കാണിച്ച് നിൽക്കുവാണ് അയാൾ. അന്നേരം ഭയന്ന് വിറച്ച് നിൽക്കുന്ന ശ്യാമേനെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്